ഈ പറയുന്ന എൻ്റെ റോഡ്സിലുള്ള സെൻറ്റ് മൊത്തം കാഴ്ചപ്പുറത്ത് തന്നെ കയ്യേറിയായിട്ട് തെളിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ കയ്യേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വസ്തുവിൻ്റെ എല്ലാ കുടുംബ ഉടമ്പടിയുണ്ട്, ഇതിനകത്തുണ്ട്. എല്ലാ ഈ 6.5 സെൻറ്റും പിന്നെ 54-ൻ്റെ 20 പോയതിൻ്റെ ബാക്കി ഇവിടെ 34 കിട്ടുന്നതിൻ്റെ പ്രത്യേകമുള്ള പ്രമാണം അതുണ്ട്. പിന്നെ അതിനോട് ചേർന്ന കിഴക്കേ വസ്തുവിൻ്റെ പറ്റിയിട്ട് അതിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ റീസർവേക്കാരന് ഇതൊന്നും കാണണ്ട. ആ വസ്തു തൊടാനും ഒക്കത്തില്ല, കിഴക്കോട്ട് അളക്കാനും ഒക്കത്തില്ല. ഭിന്നശേഷിക്കാരന്റെ വസ്തു ബന്ധുക്കൾ കയ്യേറിയതായി പരാതി. കൊല്ലം ഇളമാട് വില്ലേജിൽ നെട്ടയത്ത് പ്രേം നിവാസിൽ ഭിന്നശേഷിക്കാരനായ പ്രകാശിന്റെ വസ്തുവാണ് ബന്ധുക്കൾ കയ്യേറിയതായി കാണിച്ച് റവന്യൂ വകുപ്പിന് പരാതി നൽകിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന പ്രകാശ് 1998 ഡിസംബർ മാസത്തിലാണ് വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജോലി സംബന്ധമായി പ്രകാശ് മറ്റൊരു സ്ഥലത്തായിരുന്നു കുടുംബവുമായി താമസിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്റെ പുരയിടത്തിൽ മതിൽ കെട്ടിത്തിരിക്കുവാൻ ആരംഭിച്ച ഘട്ടത്തിലാണ് തന്റെ വസ്തു കയ്യേറിയതായി മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടും തനിക്ക് യാതൊരുവിധ നീതിയും ലഭിച്ചിട്ടില്ല എന്നും പ്രകാശ് പറയുന്നു. ഈ ഇരിക്കുന്ന വീടും പുരയിടവും എൻ്റെ കുടുംബവകയിൽ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് 3 പ്രാവശ്യമായി വിലയാധാരം വാങ്ങിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഈ ഡിസബിലിറ്റി കൂടി വരികയും പിന്നെ ബസ് യാത്രയോ ഒക്കാതെ വന്ന് ആട്ടയിൽ പോയി പിന്നീട് അതും ഒക്കാതെ വന്ന് ഭാര്യയ്ക്ക് സുഖമില്ലാതെ 2 വർഷത്തോളമായി മരിച്ച് അതിനു മുമ്പ് അവരെ ശുശ്രൂഷിച്ച് ഇരിക്കുന്നതിന് ഇടയിൽ ഈ വസ്തുക്കളുടെ കല്ലും റീസർവേയും അതിർത്തി കല്ലും നിരന്ന് കിടക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാതെ ഇരിക്കുന്നത്. പിന്നെ ആകെ ഒരു മകനേ ഉള്ളൂ. ഇപ്പോഴത്തെ അവൻ ജോലി സംബന്ധമായി കമ്പനി വിദേശത്താണ്. പിന്നെ മറ്റാരും ഇല്ലാത്തത് സഹായത്തിന് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഭക്ഷണം അതും ഇതൊക്കെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ വീടൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് പിന്നെ ഇത് മതിൽ കെട്ടി ബോർഡർ തിരിക്കാത്തതുകൊണ്ട് തെരുവനായുടെ ശല്യം വളരെ രൂക്ഷമാണ്. സന്ധ്യാകാല സമയത്തിനൊക്കെ സഹായത്തിന് എത്തുന്നവർ വരുന്നതിന് മുമ്പേ തെരുവുനായ്ക്കൾ 10-50ഓളം കൂടി കടി കൂടി സിറ്റൗട്ടിലും പിന്നെ ഈ ഹാളിലും ഇടിച്ചു കയറിയിട്ട് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു ഓടിച്ചെന്ന് അടയ്ക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പം. ഡിസംബർ 8-ാം തീയതി എൻ്റെ വസ്തു ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതാണ്. അപ്പം ഈ കല്ല് ഊരിയ സ്ഥലം പുതിയ റിസർവേയുടെ പ്ലാൻ എടുത്തപ്പോൾ 7.4 മീറ്ററാണ് 6.5 സെൻറ്റുകാരന് അവിടെ വീതിയുള്ളത്. ആ സ്ഥലത്ത് ഈ കല്ല് പിഴുതെടുത്ത് അങ്ങ് ഇടാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് വേറൊരാളെ വെച്ച് വിടുമ്പോൾ ഈ കുടുംബക്കാരും അവർ ഒരു ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കയ്യേറ് എന്നതിൻ്റെ ഭാഗമായി ഇച്ചിരി കല്ല് മാറ്റിയതേ ഉള്ളൂ. വെറും തറയായിരുന്നു. പകുതിക്ക് അപ്പുറത്തോട്ട് റോഡ് സൈഡിൽ അവർക്ക് ചെറിയ വാഴയൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഡിസംബർ 8-ാം തീയതി ഇവരെ കൈവശത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ ഫ്രണ്ടേജ് പ്ലാവിനോട് ചേർന്ന് ഒരു പിന്നെ കല്ല് സ്ഥാപിക്കുകയും അതിനുമുമ്പ് സ്ഥാപിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിങ്ങോട്ട് കല്ല് കയറി മുറ്റത്ത് വാഴയൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഈ പോച്ചെത്തുന്ന അതുമായി ബന്ധപ്പെട്ട് 112 വിളിക്ക് പോളിസ് സ്റ്റേഷനിൽ നിന്ന് അല്ലാതെ വേറെ ഏതോ ആൾക്കാർ വന്ന് ചോദിക്കുകയും ചെയ്തു, ഈ കല്ലും കഴിഞ്ഞിട്ട് എന്തിനാ മുറ്റം കത്തി കിടച്ചത്. ഞാൻ പറഞ്ഞു ഇത് ഇന്നലെ രാത്രി വെച്ച വാഴ, രാത്രിയില്ല കാലങ്ങളിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നീട് ഇങ്ങോട്ട് കയ്യേറ്റം കൂടുന്നതല്ലാതെ യാതൊരു വിധമായ പിന്നെ സിവിൽ കേസായതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ സ്റ്റേഷനിലെല്ലാം പരാതി കൊടുത്ത് റീസർവേ അതിൽക്കാർ വന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ റീസർവേ കഴിഞ്ഞ 15-ാം തീയതി കഴിഞ്ഞ ഈ മാസം 15-ാം തീയതി നോട്ടീസ് ഇട്ട് അവർ വരും. അവർ നോട്ടീസ് ഇട്ട് വന്ന് കല്ലിടാൻ വന്ന ആൾ എൻ്റെ ഒരു ആദ്യം എഴുതിയ പ്രമാണം വടക്കേ അറ്റത്തെ വസ്തുവിൻ്റെ കിഴക്കേ ഭാഗത്ത് തെക്ക് വടക്കായിട്ട് ബോർഡർ തിരിച്ച് കല്ലിടാനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ആ ഭാഗം അതിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് അതിന് ഉണ്ട്, അതിൻ്റെ പ്രമാണം പിന്നെ ഒരു പാർട്ട് വസ്തു മുറിച്ച എഴുതിയേക്കുന്നത് അതിൻ്റെ പറ്റിയിട്ട് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ 6.5 സെൻറ്റ് 7.4 ആ ബോർഡറിൽ കണ്ണടച്ച് കല്ലിടാവുന്ന കേസേ ഉള്ളൂ എൻ്റെ പ്രമാണം വെച്ച് നോക്കിയാൽ. ഇതിന് പകരം വന്ന റീസർവേ ഉദ്യോഗസ്ഥൻ പടിഞ്ഞാറേ വസ്തു പുരയിടക്കാരൻ്റെ എൻ്റെ പടിഞ്ഞാറേ മൂല
ആ ഭാഗം ആ 2 പ്രമാണം ഞാൻ കൊള്ളിച്ച് കൊടുത്തിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും കിഴക്ക് ഭാഗത്തെ എൻ്റെ എതിർകക്ഷികളെ പിന്നെ പ്രോത്സാഹിപ്പിച്ച് പിന്നെ അതിന് ഒരു അവരുമായി ഒരു ക്ലൂ നടത്തി ഇവിടെ ഇവർ സ്ഥാപിച്ചിരിക്കുന്ന കയ്യേറ്റം സ്ഥിരീകരിക്കാൻ തക്ക രീതിയിൽ കാട്ടിൽ അവർ നേരത്തെ കല്ല് വച്ചിരിക്കുന്നത് സ്ഥാപിച്ച് എടുക്കുന്നതിന് വേണ്ട ഒത്താശകൾ ചെയ്ത് 26 പോയിൻ്റ് ഒരു ടേപ്പിൽ അളന്ന് നോക്കത്തക്ക രീതിയിൽ വടക്കോട്ട് അളന്ന് അയാൾ ഇവിടെ കല്ലൊന്നും വയ്ക്കാതെ തർക്കമാ എന്നുള്ള രീതിയിൽ പിന്നീടാവട്ടെന്നും പറഞ്ഞ് പോയി. അതിനുശേഷം അയാളെ സമൂഹത്തോടു കൂടി ആയിരിക്കാം പിന്നെ അവർ വടക്കോട്ടും തെക്കോട്ടും എല്ലാം തിരിച്ച് പിന്നെ 2 ദിവസത്തിനകം കല്ലും കുറ്റിയും കയറും ഒക്കെ പിടിച്ചതായിട്ടിരിക്കുന്നു. ആരും ഒന്നാണ് കണ്ടാലും അറിയാം. 6.5 സെൻറ്റുകാരന് റോഡ് സൈഡിൽ നല്ലൊരു ഫ്ലോട്ട് തിരിച്ച് പിന്നെ ഇത്രയും സ്ഥലം പോകണമെങ്കിൽ ഈ റീസർവേക്കാരന് ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എത്രമാത്രം തിരിമറി അതിനകത്ത് നടത്തി എന്നുള്ളതിന് ഏക തെളിവാണ്. അതിനുപരി മുമ്പ് ഈ വസ്തു എനിക്ക് റീസർവേക്കാർ കല്ലിട്ട് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അന്നത്തെ സ്കെച്ച് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ പരിശോധനയിൽ തെളിയും. കാരണം ആ സ്കെച്ച് മാറ്റി എടുത്തിട്ടാണ് നിലവിലുള്ള വസ്തുക്കാരന് അളവിൽ കൂടുതലുണ്ടെന്നുള്ള പറ്റിയിട്ടോ എന്തോ കൂടി കാണും. എന്നാലും പോട്ടെ, ഈ ഉള്ള 7.4 മീറ്ററിന് പുറത്തോട്ട് കയറരുത് എന്നവർ താക്കീത് ചെയ്യണമെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യം മുതലും പിന്നീടും പല പ്രാവശ്യം കൊടുക്കുമ്പോഴും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സിവിൽ കേസാണ്, അവർ വന്ന് കല്ലിടട്ടെ എന്നുള്ള രീതി. ഈ പ്രാവശ്യം വന്ന് അവർ കല്ലിട്ടോ എന്ന് ചോദിച്ചപ്പോൾ കല്ല് ഞാനിട്ടില്ല, ഞാൻ അവിടെ വരുമ്പം വെറുതെ തറയായിട്ട് കിടക്കുവാണ്. പിന്നെ ആ ഓപ്പോസിറ്റ് സൈഡിലെ തള്ള എന്തോ ഒരു 35 കൊല്ലത്തെ പഴക്കത്തിൽ ഒരു കല്ല് അവിടെ വെച്ചിരിക്കുന്നു എന്ന് പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ കല്ലിലൊന്ന് ടേപ്പ് പിടിച്ചതേ ഉള്ളൂ. മറിച്ച് അങ്ങനല്ല, ആ കല്ലിൽ പിടിച്ചിട്ട് അവരോട് ഈ കക്ഷി റീസർവേ പിന്നെ ഉദ്യോഗസ്ഥൻ അളക്കാൻ വന്ന എന്തുവാ രഞ്ജു അയാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. മുറ്റത്തോട്ട് 2 പേര് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് സിറ്റോട്ടിൽ പോയപ്പോൾ ഇവിടം വരെ നിങ്ങൾക്കുള്ള ഭാഗം അത് ഞാൻ ക്ലിയർ ചെയ്തല്ലോ, ഇനി അങ്ങോട്ട് അവിടെ കിടക്കട്ടെ, തർക്കമുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പറയാതെ പറഞ്ഞു, തർക്കിച്ചു. അതൊരു പോയിൻ്റാണ്. പിന്നെ പഴയ സ്കെച്ചും പ്ലാനും മാറ്റിയത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ 98 എൻ്റെ കരോടൊക്കെയുള്ള വസ്തു പിന്നെ കിഴക്കേ ബോർഡർ തിരിച്ച് തരുന്നതിന് എന്തുവാ അതിനകത്ത് തടസ്സമൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഉള്ളുകളി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നല്ല, ഈ റീസർവേവിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ അപ്പീലിട്ടിട്ടുണ്ട് ഇത് കല്ലിട്ട് തരുന്നതിന്. അപ്പോൾ പിന്നീട് ഇവിടെ നിന്ന കക്ഷികളുടെ അടുത്ത് പറഞ്ഞത് അങ്ങാരുടെ അടുത്ത് പറഞ്ഞേരേ, പിന്നെ ഇത് ഞങ്ങളെ പണിയല്ല, ഇത് ഒരു പൊതു റീസർവേ പിന്നെ കാരനെ കൊണ്ട് 2 വീട്ടിലും കൂടെ യോജിച്ചൊരു തീരുമാനം ഉണ്ടാക്കി അങ്ങ് കല്ലിടാൻ പറഞ്ഞാൽ ഞാൻ വന്നിടുമെന്ന്. ഇതാണ് ഒരു റീസർവേക്കാരുടെ ഉത്തരവാദിത്വം. ഞാൻ കൊടുക്കാത്ത വസ്തുവിൻ്റെ പിന്നെ അതിർത്തി കയറി പിന്നെ ഇയാൾ അളന്നു നോക്കി എതിർകക്ഷിക്ക് വിവരവും കൊടുത്ത് അത് സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പടിഞ്ഞാറേത്തൊരു വഴി പ്രശ്നം, അതൊക്കെ അപ്പുറത്തെ വീട്ടുകാർക്ക് നോട്ടീസ് കൊടുക്കിടുന്നതാണ്. ഒറ്റ മനുഷ്യന് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഒരു റീസർവേ പിന്നെ പ്ലാൻ അളക്കാൻ വരുന്നവർ ആ പ്രദേശത്ത് പടിഞ്ഞാറോട്ടും ആ വസ്തുവല്ല, പടിഞ്ഞാറെന്നൊരു പോയിൻ്റുണ്ട്, കിഴക്കുന്നൊരു പോയിൻ്റുണ്ട്. അത് പിടിക്കാൻ പറഞ്ഞപ്പോൾ കിഴക്കേ വസ്തുവൻ തൊടില്ല. ആ വിദ്വാൻ കിഴക്കേ വശം തൊടില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടത്തേക്കാല് ഓപ്പറേഷൻ ചെയ്യാൻ കൊടുത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഇടത്തേക്കാല് ഓപ്പറേഷൻ ചെയ്യാൻ തിയേറ്ററിൽ കയറിയ രോഗി തിരിച്ചിറങ്ങിയപ്പോൾ വലത്തേക്കാല് ഓപ്പറേഷൻ ചെയ്ത് വിദഗ്ധമായി പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുന്ന ചന്തവർത്തമാനമാണ്. അതുപോലെയാണ് ഈ റീസർവേ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. കിഴക്കേ അതിർത്തി വിഭാരം പടിഞ്ഞാറേ വസ്തുവിൻ്റെ ആ അതിർത്തി എന്നാൽ അവർ അനുവാദം ചോദിച്ചിട്ടാണോ അയാൾ പടിഞ്ഞാറേ വസ്തുക്കാരൻ്റെ ബോർഡർ മാത്രം അളന്നിട്ട് ഇത് ശരിയാണ്, ഈ ബോർഡറും ഈ മൂലയും വന്നു ചേരുന്ന ഒരു ഭാഗമാണ് എന്ന് എതിർകക്ഷിക്കാരൊക്കെ വിളിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലാണ് അയാൾ പോയതിന് ശേഷം ഇയാൾ ടേപ്പ് വെച്ച ഭാഗം അളന്നത് വടക്കോട്ട് അവർ കല്ലും കുറ്റിയും രായികരാമാനം ഇട്ട്. പിന്നീട് രായികരാമാനം അത് കെട്ടിത്തിരിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ വീണ്ടും ഈ 15 കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഹെൽപ്പ് ലൈൻ വിളിച്ചു. 18 ഡേറ്റാണ്. അവർ പറഞ്ഞ് കെട്ടുന്നത് നോക്കൂ, കണ്ടാൽ വിളിക്കൂ, ഞാൻ പുറത്തിറങ്ങാട്ടെ, ഞാനേ പുറത്ത് നോക്കാൻ പറ്റുമോ, ഞാൻ എൻ്റെ ഒരു സഹായി
ബന്ധുക്കളെക്കായും ബന്ധുവുള്ള ഒരു കക്ഷിയെ വിളിച്ചു. രാത്രി 1:30 മണിയോ 1 മണിയോ ആട്ടോ എടുത്ത് വന്ന് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആ കെട്ടുന്നതൊന്നുമില്ല. അവിടെ എന്തോ 5-6 പേര് വിളക്കും പിന്നെ തിരിയും അതും ഇതും ബഹളവും ഒക്കെ. തൊട്ടപ്പുറത്ത് വീടാ കാണാം, പാറ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ അത് കെട്ടാതെ പോയി. പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുവാ, പിന്നെ കെട്ടുന്നതിന് പകരം ചില കുറ്റികൾ പുതുതായിട്ട് മുറ്റത്തടിച്ച് കയറ് പിടിച്ച് ലെവലാക്കിയിരിക്കുന്നു. അതുപോലെ അതാ കിടക്കുന്നത്. പ്ലോട്ട് നോക്കൂ, ഇപ്പോൾ 6.5 സെൻറ്റ് ഇവിടെ റോഡ് സൈഡ് നല്ലൊരു, എൻ്റെ മുറ്റം മൊത്തം പോയി, പിന്നെ എൻ്റെ റോഡ് സൈഡ് മൊത്തം പോയി. അപ്പോൾ എനിക്കിത് അളന്നാൽ എത്ര ഉണ്ട്? ഈ പ്രമാണം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 54-ൽ 20 പോയി കഴിഞ്ഞാൽ വടക്ക് 34 ഉണ്ടെന്ന്. ആ 34 സെൻറ്റിന് പകരം പുറകോട്ട് എഴുതി കഴിഞ്ഞപ്പം പറ്റിയിട്ട് ഈ കുറവുണ്ടെങ്കിൽ അപ്പുറത്തെ വസ്തുവില്ലാത്തവന് കൂടി തിരിമറിയല്ലേ. ഇതാണ് അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പെൻഷൻ പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ നിരപരാധിത്വം. എന്നാൽ എനിക്ക് സുഖമില്ല, പുറത്തിറങ്ങാൻ വയ്യ. പിന്നെ ഈ പറഞ്ഞോണം തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു മതിൽ കെട്ടിയെങ്കിലേക്ക് ഉണ്ടായിട്ടല്ല. അപ്പം അതിന് പോലും ഈ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സർക്കാരിൽ നിന്ന് നീതി കിട്ടണം, അത് ഉറപ്പാണ്. അത് നീതി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഡിമാൻഡ്. അത് ന്യായമായും ഞാനത് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. മുഖം നോക്കാതെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നടപടിയെടുക്കണം. അതിനുപരി 7.4 എന്നുള്ള ആ വസ്തുവിൻ്റെ അതിർത്തിയിൽ ഞാൻ അപേക്ഷിച്ച പ്രകാരം മുമ്പ് റീസർവേ കല്ലിട്ടതാണ്. ആ കല്ലിൻ്റെ നേരെ വടക്കോട്ട് പിന്നെ അല്പം ചരിഞ്ഞ് 2 റീസർവേ കല്ലുകൾ വലത്തോട്ട് മാറി നേരെയും ഇരിപ്പുണ്ടായിരുന്നു. അന്നത്തെ റീസർവേ പ്ലാനിൽ അത് മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത എടുത്താൽ ഈ ഇപ്പോഴത്തെ എതിർ കക്ഷികൾ ആ റീസർവേ കല്ല് പിഴുതുമാറ്റി അടയാളം നശിപ്പിച്ചു. അതിന് കേസെടുക്കണം, റെക്കോർഡ് നോക്കണം. അതിനുപരി തെക്കേ അറ്റത്ത് ഈ 7.4 അതിർത്തി കഴിഞ്ഞാൽ വീണ്ടും പടിഞ്ഞാറോട്ട് എനിക്ക് വിട്ട് 2 പെരുമരം നിന്ന് ഒരെണ്ണം ഞാൻ വർഷങ്ങൾ മുറിച്ചു. പിന്നീട് ബോർഡറിൽ പെരുമരവും പിന്നെ വാട്ടയും ഒക്കെ നിന്ന് കാട് പിടിച്ച് കിടന്നതാ. ഈ ഡിസംബർ 8-ാം തീയതി നോക്കുമ്പോൾ ആ മരം വെട്ടി ശിഖരങ്ങൾ മാറ്റി, വട്ടയുടെ ശിഖരങ്ങൾ മാറ്റി, പിന്നെ കോടാലിക്ക് തെളിവ് നശിപ്പിക്കാൻ കുറ്റി പകുതി മുക്കാലും കൊത്തി കയറി എൻ്റെ കുറ്റി അവിടെ ഇരിപ്പുണ്ട്. അപ്പം പറയുന്നതുവാ ഇവിടെ കല്ലുണ്ടായിരുന്നെന്ന്. ഇപ്പം അവിടെ ഒരു കല്ല് ഇരിപ്പുണ്ട്. അതാ വട്ടങ്ങ പോകുമ്പോൾ ഈ കാട്ടിൽ എന്നാ വെച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പം അത് നമുക്ക് പോകുമ്പോൾ അളവുണ്ടല്ലോ. അപ്പം ഇത്രയും വ്യക്തമായി കയ്യേറിയുന്ന തെളിവുണ്ട്. അപ്പം പോലീസിനെ സംബന്ധിച്ച് അത് റീസർവേ കല്ലിട്ട് കൊടുത്തെങ്കിൽ അവർക്കിത് തെളിയും. അത് അതിരിക്കാനാണ് ഇതിനെ സാധൂകരിക്കാനാണ് ഇവർ ഈ റീസർവേക്കാരനെ കൂട്ടുപിടിച്ചത്. അപ്പം ഇയാൾ മാത്രമല്ല, ഇതിന് മേലോട്ട് ഏതെല്ലാം തിമിംഗലങ്ങളുണ്ടോ അതൊരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞാൻ വിനീതമായി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പം വകുപ്പ് മന്ത്രിക്കും പിന്നെ ഗവൺമെൻറ് സെക്രട്ടറിക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കണം. പിന്നീട് അപ്പോൾ എൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കി പിന്നെ ആളും പേരൊന്നുമില്ല. ഈ വന്ന ഗോൾഡ് പിന്നെ അപ്പുറത്തെ തള്ള, അവിടെ ഒരു വയസ്സ് തള്ള എൻ്റെ ബന്ധുവാണ്. അവർ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു കൊടുത്ത് വരുന്ന ഓഫീസറുടെ അടുത്ത് അയാളെ അവരെ വാക്ക് കേൾക്കാൻ ചെന്ന് അവന് പ്രാന്താ, അവന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവൻ്റെ കാര്യമൊന്നും കേൾക്കല്ലേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. യഥാർത്ഥത്തിൽ ആർക്കാ പൈത്യമൊന്നും അതനുസരിച്ച് അവരുടെ ഒരു മരുമോൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്, അവനും കൂടെ കയറി പറഞ്ഞു അവന് സുഖമില്ലാത്തവനാ, അവൻ പറയുന്നതൊന്നും കേൾക്കരുതേ എന്ന് ഈ ട്രാൻസ്പോർട്ട് കയറി ഒരു മരുമോൻ. എനിക്കാണോ പൈത്യം, ഈ തള്ളയ്ക്കാണോ പൈത്യമെന്ന് മെഡിക്കൽ പരിശോധന നോക്കിക്കോട്ടെ. ആ പൈത്യക്കാരി തള്ള പറയുന്ന കല്ല് ഇവിടെ കയ്യേറിയതിന് ശേഷം വടക്കൊണ്ട് വെച്ചേ ആ കല്ല് 26 മീറ്ററിലാണോ ഒരു വാക്കാ പറഞ്ഞത് അവിടെ കല്ലുണ്ടാക്കാൻ, അതാണോ എന്ന് പരിശോധിക്കാൻ ആ റീസർവേക്കാരൻ വന്നിട്ട് ഓക്കെ പറഞ്ഞു പോയത്. അപ്പം എന്താ ഇതിൻ്റെ തിരിമറി എന്നിട്ട് പറയുന്നത് ഞാൻ കേട്ടതാ, നിങ്ങളെ കാര്യം ഓക്കെ, ബാക്കി അവിടെ കിടക്കട്ടെ എന്ന്. എന്നിട്ട് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ ചോദിച്ചു ഇവിടെ ഒരു പരിശോധനയ്ക്ക് പരാതി കൊണ്ട് വന്നപ്പോൾ പറഞ്ഞ് അവർ കല്ലിട്ടിട്ടില്ല, അങ്ങാരോ നമ്പർ ഇന്നതാണ്, ഇങ്ങോട്ട് വിളിച്ച നമ്പർ ഉണ്ടായിരുന്നു രാവിലെ വരുമെന്ന്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നീട് നേരത്തെ എനിക്ക് തപാൽ കിട്ടാതിരിക്കാൻ ഞാനാണ് വാദി, പലവട്ടം ചോദിച്ചിട്ടും അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് തലേന്ന് എനിക്ക് കിട്ടത്തക്കൊന്നും കാണിച്ച് നേരെ മറിച്ച് അടുത്ത വസ്തുക്കാരൻ പിന്നെ ഈ അപ്പുറത്ത് ജയപ്രകാശ് മരിച്ചുപോയി, കൈലാസ്, ആ കക്ഷിക്ക് ആൾക്കാർക്കോ ഒറ്റ മനുഷ്യനും നോട്ടീസ് അയച്ചിട്ടില്ല. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ല. പിന്നെ എന്തോന്ന് പിന്നെ റീസർവേ അളക്കുന്നത് അയാളെ ജോലിയല്ല,
പിന്നെ വീട്ടുകാർ ചെയ്തോ അളന്നോ തിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് സാക്ഷിയെ ഇവിടെ ഇരിപ്പോണ്ട് ആൾക്കാർ കേട്ടവർ. ഇതാണ് നടന്നത്. അതുകൊണ്ട് ഇതൊരു ഗൂഢതന്ത്രമാണ്. എൻ്റെ വസ്തു കിട്ടുന്നതിനോടൊപ്പം ഇതിൻ്റെ ഗൂഢലക്ഷ്യത്തെപ്പറ്റി അന്വേഷിക്കണം. അവൻ വില്ലേജ് റിപ്പോർട്ടിലോ ഒക്കെ ഇത് കാണും, പഴയ സ്കെച്ച് മാറ്റിയെങ്കിൽ. ഇപ്പോൾ അത് സബ് ഡിവിഷനിൽ ഒക്കുന്നില്ലെന്ന്. ഒരു പ്രാവശ്യം ഒത്തത് പിന്നെ എങ്ങനെ ഒക്കാതെ വരുന്നേ? നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കുന്ന സർവേ കേസ് കൂടുതൽ നമുക്കറിയത്തില്ല. പിന്നെ എന്തോ ഭൂഗ്രാഹകൻ തഹസീൽദാർ എന്നുള്ള പിന്നെ അഡ്രസ്സിൽ ഞാൻ പിന്നെ ഇയാളിത് കല്ലിട്ട് തരാത്തതിൻ്റെ പേരിൽ അപ്പീൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. സമയം പോയി കഴിഞ്ഞാൽ ഒരു തെളിവില്ലാതെ പോകത്തില്ലേ? അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്കെല്ലാം പരാതിയും കൊടുത്തിട്ടുണ്ട്. RDO അതൊന്നും വേണ്ട, ബഹുമാനപ്പെട്ട RDO പൊന്നു RDO സ്ഥലത്തെത്തി ഈ മാപ്പ് വെച്ചിട്ട് ചൂണ്ടുവിരലിൽ അവിടെ പുഴുത കല്ല് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പം പിന്നെ ഇവർ തർക്കം വരികയാന്നേ പോലീസിനെ ഇൻഫോം ചെയ്യണമെന്നേ ഉള്ളൂ. വന്ന വിദ്വാൻ ഇവരടുത്ത് തർക്കിച്ചോളാൻ ആഹ്വാനം ചെയ്തിട്ട് പോയിരിക്കുക. പിന്നെ എങ്ങനെയാണ് നീതി നടപ്പാക്കുന്നേ? ഭാരത് ഭൂഷൺ, കൊല്ലം.